അറിയാൻ പറ്റണം? എടാ കടൽ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ കടപ്പുറത്ത് രാത്രി ഒറ്റക്ക് പോയിട്ട് ഇങ്ങനെ മലർന്ന് കിടക്കണം. അപ്പൊ നമ്മൾ മാടി മാടി വിളിക്കും, കടലമ്മയാടാ കനകമ്മ. അങ്ങനെ വിളിച്ച് ആ വിളിപാട് ഡെയിലി ഒരു വഴിപാട് പോലെ. ആശാൻ ഈ വഴിപാട് കഴിക്കാണ്ട് ആശാൻ ഇന്ന് വരെ ഒരു കൊമ്പനെ പിടിച്ചിട്ടുണ്ടാ? തൊണ്ടല്ല. എടാ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കെട്ട് വെള്ളമായിട്ട് പുറകടലിൽ പോയായിരുന്നു. ഒരു കെട്ട് വെള്ളവാ? എടാ ഒരു കെട്ടുവെള്ളം. ഈ കെട്ടുവെള്ളമായിട്ട് പുറകടലിൽ പോകാൻ പറ്റില്ല. അന്നാണെങ്കിൽ മുടിഞ്ഞ മഴ. ആശാൻ മഴ മുഴുവനും നനഞ്ഞു കാണും. എന്റെ പുറകെ വന്നവര് നനഞ്ഞു, ഞാൻ നനഞ്ഞില്ല. അതെന്താണ് ആശാൻ? എടാ ഞാൻ മഴ വരുമ്പോഴേ ഈ വെള്ളം പതുക്കെ കമത്തി വെക്കും, എന്നിട്ട് അതിന്റെ അടിയിൽ കയറിയിട്ട് മഴ നനയാതെ നിൽക്കും. പിന്നെ മഴ മാറുമ്പോ അത് ഒഴിഞ്ഞു പോയാൽ പോരെ. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അപ്രതീക്ഷിതമായിട്ട് നമ്മൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം അവിടെ നിർത്തിയിട്ടേക്കണം. അതെന്തിനാണ് ആശാന്? എടാ അപ്പൊ ആ മഴ മാത്രം കൊണ്ടാ പോരെ, തുഴഞ്ഞു പോകുകയാണെങ്കിൽ ആ മഴ മൊത്തം നമ്മൾ കൊള്ളട്ടെ. ഇത് വേറെ കൊമ്പനെ കിട്ടിയാ ഇല്ല. ആ സമയത്ത് ഒരു തെണ്ടി ഉടക്കിന്ന്. ഏത് തെണ്ടിയാണ് ആശാനെ? തെണ്ടിയല്ല, ആ സമയത്ത് ചൂണ്ടയിലൊരു തെരണ്ടി ഉടക്കി. തിരിച്ചുടക്കിയില്ല. എന്നിട്ട് സമയം കിട്ടിയില്ല. ഈ തെരണ്ടി പൊന്തി വന്നിട്ടേ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, കുഞ്ഞാവക്ക് പാല് കൊടുക്കാൻ സംഭവിക്കൂലട നാറിയെന്നും പറഞ്ഞോണ്ട് ഈ തെരണ്ടി പാലെടുത്തിട്ട് ഒരു ഒറ്റടി. അയ്യോ! ആ പോണ പോക്ക് അപ്പുറത്തെ കപ്പലിന്റെ പോക്കോഴിലില്ലേ, അതുമ്പോ ചെന്ന് തലയടിച്ചിട്ട് കപ്പിത്താന്റെ മുമ്പില്. ആ സമയത്ത് കപ്പിത്താൻ വന്നിട്ടേ പരിന്ത് തൂറിയതാണെന്നും പറഞ്ഞുകൊണ്ട് അടിച്ചുവാരിൽ എടുത്തിട്ട് നേരെ കെട്ടുവെള്ളത്തില്. ഇത് കെട്ടുവെള്ളമല്ല, ഇതൊരു കെട്ട് തള്ളാണ്. സത്യം. 18 സ്റ്റിച്ച് തെരണ്ടി ഊത്തിയതാണ്. ഇത് കനകമ്മ കരണ്ടിക്ക് ഊത്തിയതാണല്ലോ. അതിപ്പുറത്ത് ഒരുപാട് കുത്തി പൊളിച്ചു വെച്ചേക്കാണ്. വഴിപാട് ചെയ്യണതിന്റെ ഒരു ഗുണങ്ങളെ. ആശാനൊരു കാര്യം അറിയാല്ല, എന്റെ മുറപ്പെണ്ണിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് കൊമ്പനെ പിടിച്ചു കൊടുക്കണം. ഞാനാണ് വാക്കും കൊടുത്ത്. ആശാനെ കണ്ടോണ്ടാണ് കേട്ടോ ഞാൻ വാക്ക് കൊടുത്തേക്കണത്. എന്റെ മോന്ത കണ്ടിട്ട് നിനക്ക് കൊമ്പന്റെ ഫിഗർ തോന്നിയ പിന്നെ നീ എന്തിനാണ് വാക്ക് കൊടുത്തത്? അവള് പോണെങ്കിൽ പോട്ടടാ. ആശാൻ അങ്ങനെ പറയരുത്. അവസാനമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇന്നെങ്കിലും എനിക്കൊരു കൊമ്പനെ പിടിച്ചു തരുവാ. അത് കൊള്ളാല്ല. നീ അവസാനമായിട്ട് ചോദിച്ചത് എന്റെ അവസാനം കാണാനാണ്. നിനക്കൊരു കാര്യം അറിയാമോ? കരയെ കൂടി പോണ ഒരു കൊമ്പൻ വീശക്കാരനെ കാണുമ്പോ മുട്ട് കിടന്ന് തുറക്കണം ഞാനാ. എന്നോട് പുറംകടലിൽ പോയിട്ട് കൊമ്പനെ പിടിച്ചു കൊടുക്കാൻ നീ എന്നെ കൊല കൊടുക്കാൻ വന്നാടാ. കൊല കൊടുക്കാൻ വന്നാടാ. എത്ര അടിച്ച്? 2 കൊല കൊടുക്കാൻ വന്നാടാ. മിനിമം 3 എന്റെ കണക്ക്. എന്താണിത്? കരഞ്ഞതാണ്. ഞാൻ വിചാരിച്ച് കടലാമട ഫിഗർ പിടിച്ചാണ്. എനിക്കൊരു കാര്യം മനസ്സിലായി, ആശാന് കടലിന് പേടിയാണെന്ന്. എനിക്ക് കടല മാത്രമല്ലടാ, പരിപ്പും പയറും ഉരുളക്കിഴങ്ങ് അടക്കം പേടിയാണ്. എന്റെ ആശാന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്റെ മുറപ്പെണ്ണിനെ കിട്ടത്തില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഞാൻ കടലിൽ പോയി ഒരു കൊമ്പനെ പിടിച്ചോണ്ട് വരും. എടാ അച്ചുവേ, എന്തോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഉപദേശമാണ് ആശാനെ? ഒരു അപേക്ഷയാണ്. എന്തപേക്ഷ? നിനക്ക് ആദ്യം കിട്ടുന്ന കൊമ്പനെ എനിക്ക് തരാവോ? എന്തിനാണ് ആശാനെ? എനിക്ക് എന്റെ മുറപ്പെണ്ണിനെ കെട്ടി എവിടെയെങ്കിലും സുഖമായിട്ട് ജീവിക്കാനാ. ആശാനും വാക്ക് കൊടുത്തിട്ടുണ്ടോ? 1 2 അല്ലടാ, 30 വർഷമായി ഞാൻ അവളുടെ അച്ഛന് വാക്ക് കൊടുത്തിട്ട്. ആശാനെ ഒരെണ്ണത്തിന് തരുവോ?